വെൽക്കം ടു അനദർ എക്സൈറ്റിംഗ് എപ്പിസോഡ് ഓഫ് എനർജി ടോക്ക് വിത്ത് EMC. അറിവിന് ഊർജം പകരാം. ഇന്നത്തെ ടോപ്പിക്ക് ഇലക്ട്രിക്കൽ സേഫ്റ്റി ഇൻ EV ചാർജിങ് സിസ്റ്റമാണ്. നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് EV ചാർജിങ് സിസ്റ്റത്തിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ്റെ സേഫ്റ്റി മാത്രമാണ്. EV ചാർജേഴ്സും EV കാറിൻ്റെ ഉള്ളിലെ സേഫ്റ്റിനെ പറ്റി ഒന്നും വിശദമായിട്ടൊന്നും പ്രതിപാദിക്കില്ല. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ ഭാഗമായിട്ടുള്ളത് അത് കണക്ട് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ്റെ സേഫ്റ്റി സംബന്ധിച്ചിട്ടാണുള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളായിരിക്കും ഇവിടെ കൂടുതലായിട്ട് പ്രതിപാദിക്കുക. എങ്കിലും EV ചാർജിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇവിടെ ഫസ്റ്റ് കവർ ചെയ്യുക. അതിനുശേഷമായിരിക്കും അതിൻ്റെ സേഫ്റ്റി ആസ്പെക്ട്സിനെ കുറിച്ചിട്ട് വിശദമായിട്ട് പറയാം. EV എന്താണെന്നുള്ളൊരു ഐഡിയ എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. ഒരു EVക്കകത്ത് എന്താ പറയുക, വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു വാഹനം. അതിനകത്ത് ഇലക്ട്രിക് മോട്ടറുണ്ട്, ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം ഉണ്ട്, അത് റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്കിലും സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം EV പറ്റി കൃത്യമായിട്ടൊരു ഡെഫിനിഷനുണ്ട്. അത് എന്താണെന്ന് നോക്കാം. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇലക്ട്രിക് വെഹിക്കിൾ കണ്ടക്ട് ചാർജിങ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് IS 17017. ഈ ബിസിൻ്റെ സ്റ്റാൻഡേർഡ് നമുക്ക് ആർക്ക് വേണമെങ്കിലും ബിസ് സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്താൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അങ്ങനെ രജിസ്റ്റർ ചെയ്ത് ഇത് വായിക്കാവുന്നതാണ്. ഈ IS പ്രകാരം EVയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിനകത്ത് ഇലക്ട്രിക് മോട്ടറുണ്ട്, കൂടാതെ റീചാർജബിൾ എനർജി സ്റ്റോറേജ് സിസ്റ്റം, അതായത് ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി സിസ്റ്റം നമുക്ക് എക്സ്റ്റേണലായിട്ട് പ്ലഗ് ഇൻ ചെയ്തിട്ട് റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അതാണ് IS 17017 EVയുടെ ഒരു ഡെഫിനിഷൻ പറയുന്നത്. ഇത് 2018 ഇറങ്ങിയൊരു ഡെഫിനിഷനാണ്. അതിനുശേഷം 2023 സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി മെഷേഴ്സ് റിലേറ്റിംഗ് ടു സേഫ്റ്റി ആൻഡ് ഇലക്ട്രിക് സപ്ലൈ റെഗുലേഷൻസ് 2023 പുറത്തിറങ്ങിയതിൽ പ്രകാരം EVയുടെ ഡെഫിനിഷൻ കുറച്ചുകൂടി ബ്രോഡറാണ്. നേരത്തെ പറഞ്ഞ IS 17017 ഡെഫിനിഷൻ്റെ സമാനമായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഡെഫിനിഷനെങ്കിലും രണ്ട് കാര്യം ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് ഏറ്റവും ലാസ്റ്റത്തെ സെൻറ്റൻസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. റീചാർജബിൾ സ്റ്റോറേജ് ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് മാത്രമല്ല, രണ്ട് കാര്യങ്ങളും കൂടിയുണ്ട്. അതായത് അതർ പോർട്ടബിൾ എനർജി സ്റ്റോറേജ് ഡിവൈസും കൂടാതെ സെൽഫ് ജനറേറ്റിംഗ് ഇലക്ട്രിക് ഡിവൈസും കൂടി ഇതിനകത്ത് പെടുത്തിയിട്ടുണ്ട്. അതായത് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസും അതുകൂടാതെ എന്താ പറയുക സോളാർ പാനൽ ഉപയോഗിച്ചിട്ടുള്ള EVകളും കൂടാതെ ബാറ്ററി സ്വാപ്പിങ്, പിന്നെ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ല് മുഖേന ഇലക്ട്രിക് എനർജി ജനറേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന EVകളെല്ലാം ഇപ്പോൾ CEയുടെ റെഗുലേഷൻസിൻ്റെ പരിധിയിലുള്ള EV ഡെഫിനിഷൻസിൽ പെടുന്നുണ്ട്. എന്നാൽ IS 170 അത്രയും ഇല്ല, ആ കാര്യങ്ങൾ വിട്ടിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ CEയുടെ ഡെഫിനിഷൻ കുറച്ചും കൂടി ഒരു ബ്രോഡർ സെൻസിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എന്തൊക്കെ ടൈപ്പ് EV ഉണ്ടെന്നുള്ളൊരു ബേസിക് ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്യൂർ ഇലക്ട്രിക് വെഹിക്കിൾ, അതല്ലെങ്കിൽ ഒരു 100% EV കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം. ഇത് 100% EV എന്ന് പറയാൻ കാര്യം ഇത് ബാറ്ററിയിൽ നിന്ന് ഉപയോഗിക്കുന്ന എനർജി മാത്രം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വൈദ്യുതി എനർജി മാത്രം ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു EV ആണ് ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾ. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എനർജി എന്ന് പറഞ്ഞാൽ AC എനർജിയാണ്, AC പവറാണ്. ഇതിനെ DC ആക്കി കൺവേർട്ട് ചെയ്ത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് ഈ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് EVയിലെ ഇലക്ട്രിക് മോട്ടോർ EV ഡ്രൈവ് ചെയ്യുന്നു. അതാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്കൊരു EVയെ പറ്റി പറയാവുന്ന ഒരു ടെക്നോളജി. ഈ ബാറ്ററി ഇലക്ട്രിക്കൽ എനർജിയിലെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ബാറ്ററി അത് ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താ പറയുക, അത് EV അവിടെ അതിൻ്റെ പ്രവർത്തനം സ്റ്റോപ്പ് ആയിപ്പോവും. ഈ ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ ഇല്ല. അതായത് പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ പോലെയുള്ള ഒരു സ്റ്റാൻഡ് ബൈ എഞ്ചിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ബാറ്ററി ഡിസ്ചാർജ് ആയി പോകുമ്പോൾ വേറൊരു പ്രൊവിഷൻ ഇല്ല. അതുകൊണ്ട് കൃത്യമായിട്ട് മാനുഫാക്ചർ സ്പെസിഫിക്കേഷൻ പ്രകാരം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രകാരം സമയത്ത് തന്നെ ഇത് റീചാർജ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. പൊല്യൂഷൻ ഇവിടെ ഇല്ല എന്ന് പറയാം. കാർബൺ എമിഷൻ ഓൾമോസ്റ്റ് സീറോ എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമുക്ക് ഇവിടെ എടുക്കാവുന്നതാണ്. അടുത്തത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളാണ്. പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിൽ ആ വേർഡ് ഹൈബ്രിഡ് പറയുന്നത് പോലെ ഈ EV പവർ ചെയ്യുന്നത് ഡ്യുവൽ സോഴ്സ് വെച്ചാണ്. ഒന്ന് ഇലക്ട്രിക് മോട്ടറുണ്ട്, നേരത്തെ ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഇലക്ട്രിക് മോട്ടറുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനുണ്ട്, അതായത് ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ കൂടി ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ബാറ്ററി സ്റ്റോറേജ് തീർന്നു പോയാലും
പ്രശ്നമില്ല. അപ്പോൾ EV മറ്റേ മോഡിലേക്ക്, അത് IC എഞ്ചിൻ മോഡിലേക്ക് സ്വിച്ച് ചെയ്യുകയും അത് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ കാർബൺ എമിഷൻ റെഡ്യൂസ്ഡ് ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി അത് സീറോ എന്നുള്ള രീതിയിലേക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്നേണൽ കമ്പഷൻ എഞ്ചിനിൽ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അവിടെ പൊല്യൂഷൻ ഉണ്ടാവുന്നതാണ്. പ്ലഗ് ഇൻ എന്നുള്ള വേർഡ് ഉദ്ദേശിക്കുന്നത് ഈ ബാറ്ററി സിസ്റ്റം നമ്മൾക്ക് എക്സ്റ്റേണലായിട്ട് പ്ലഗ് ഇൻ ചെയ്ത് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് വൺ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ. ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇത് നിങ്ങൾക്ക് എക്സ്റ്റേണലായിട്ട് പ്ലഗ് ഇൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ പവർ ഔട്ട്പുട്ട് കൊണ്ടാണ് ഇവിടുത്തെ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലെ ബാറ്ററികൾ റീചാർജ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ബ്രേക്കിംഗ് എനർജി, നമ്മൾ വണ്ടി ബ്രേക്ക് ചവിട്ടുമ്പോൾ എനർജി നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ നഷ്ടപ്പെട്ടു പോകുന്ന എനർജി ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ബാറ്ററി ചാർജ് ചെയ്യുകയാണ് ചെയ്തത്. അതല്ലെങ്കിൽ പിന്നെ വരുന്നത് അതിൻ്റെ എൻജിൻ്റെ കപ്പാസിറ്റി എപ്പോഴും അതിൻ്റെ ഒപ്റ്റിമം ഔട്ട്പുട്ടിലായിരിക്കും അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പലപ്പോഴും EVക്ക് അത്രയും ഔട്ട്പുട്ട് ആവശ്യം വരില്ല. എക്സസ് ആയിട്ട് വരുന്ന ഔട്ട്പുട്ട് ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്ത് അങ്ങനെ ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി കൂടാതെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഫ്യൂവൽ സെൽ ഇലക്ട്രിക് വെഹിക്കിളുണ്ട്. അതൊരു പുതിയ കോൺസെപ്റ്റാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള വെഹിക്കിളൊന്നും ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല. അതായത് സെല്ലെന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഓൺബോർഡായിട്ട് തന്നെ അത് കാറിൻ്റെ ഉള്ളിൽ തന്നെ ഈ സെല്ല് സ്ഥാപിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് അത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഫ്യൂവൽ സെൽ ഇലക്ട്രിക് വെഹിക്കിൾ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു EVയുടെ അകത്ത് എന്തൊക്കെ കോമ്പോണൻറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മോട്ടറുണ്ട്, ബാറ്ററി ഉണ്ട്, ഓൺബോർഡ് ചാർജറുണ്ട്, പിന്നെ ചാർജിങ് ഇൻലെറ്റ് ഉണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട EVക്കകത്ത് കാണുന്ന ഇലക്ട്രിക്കൽ കോമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത്. മോട്ടർ സാധാരണ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന EVയുടെ മോട്ടോഴ്സാണ് പെർമനൻറ്റ് മാഗ്നറ്റ് PMAC മോട്ടോഴ്സ് എന്ന് പറയും. BLDC മോട്ടോഴ്സ് ആണ്. അത് 2 വീലേഴ്സ് അല്ലെങ്കിൽ ചെറിയ എന്താ പറയുക വെഹിക്കിൾസിനെല്ലാം ബ്രഷ്ലെസ് DC മോട്ടോഴ്സാണ് ഉപയോഗിക്കുന്നത്. ഇൻഡക്ഷൻ മോട്ടറുകളും ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ മുൻകാലങ്ങളിൽ ഇൻഡക്ഷൻ മോട്ടർ ഉപയോഗിച്ചിരുന്നവരൊക്കെ ഇപ്പോൾ PMAC മോട്ടറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ്. കാരണം അതിൻ്റെ എന്താ പറയുക വെയിറ്റും പിന്നെ ലോവർ സ്പീഡ് എഫിഷ്യൻസി കുറവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും PMAC മോട്ടോഴ്സാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ EVകളിൽ ഉപയോഗിക്കുന്നത്. ഇനി ബാറ്ററിയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലിഥിയം അയോൺ ബാറ്ററീസാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ലിഥിയം അയൺ ഫോസ്ഫേറ്റ് LFP ബാറ്ററീസ് ഉണ്ട്, പിന്നെ നിക്കൽ മാംഗനീസ് കോബാൾട്ട് ബാറ്ററീസ് ഉണ്ട്. അതിൽ നിക്കൽ മാംഗനീസ് കോബാൾട്ട് ബാറ്ററീസ് എന്നാൽ ഹൈ റേഞ്ച് ബാറ്ററിയാണ്. അതായത് എനർജി ഡെൻസിറ്റി കൂടുതലാണ്, കൂടുതൽ സമയം ഓടിക്കാൻ പറ്റും. എന്നാൽ ലിഥിയം അയൺ അത്രയും കപ്പാസിറ്റി കുറവാണ്. അത് ലോ റേഞ്ച് വെഹിക്കിൾസ്, അതായത് ടാറ്റ ടിയോഗോ, EV, ടാറ്റ നെക്സൺ തുടങ്ങിയ വെഹിക്കിളിലൊക്കെ ലിഥിയം അയൺ ബാറ്ററീസ് LFP ബാറ്ററീസ് ഉപയോഗിക്കുമ്പോൾ നിക്കൽ മാംഗനീസ് കോബാൾട്ട് ബാറ്ററീസ് കൂടുതലും കിയ EV6, ഹുണ്ടായി, അയോണിക് 5 അങ്ങനത്തെ വണ്ടികളിൽ ഉപയോഗിക്കുന്നു. ഇനി ഓൺബോർഡ് ബാറ്ററി ചാർജ്, ഇതൊരു EVക്കുള്ളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സപ്ലൈ AC ആണ്. അതിനെ DC ആക്കി മാറ്റിയാൽ മാത്രമേ ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ AC to DC കൺവേർഷൻ നടക്കുന്നത്, ഞാൻ EV കാറിൻ്റെ കാര്യങ്ങളാണ് കൂടുതൽ പറഞ്ഞു പോകുന്നത്. ഈ കൺവേർഷൻ നടക്കുന്നത് വണ്ടിക്കകത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് അതിനെ ഓൺബോർഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓൺബോർഡ് ബാറ്ററി ചാർജർ വണ്ടിക്കകത്ത് തന്നെ സ്ഥാപിച്ചിരിക്കുകയാണ്. അവിടെയാണ് AC to DC കൺവേർഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്കൊരു സ്വാഭാവികമായിട്ട് സംശയം തോന്നാം, ഈ പബ്ലിക് ചാർജിങ് സ്റ്റേഷൻസിലൊക്കെ നമുക്ക് DC ഫാസ്റ്റ് ചാർജിങ് ഉണ്ടല്ലോ, അപ്പോഴെന്താ സംഭവിക്കാം? അപ്പോൾ അവിടെ AC to DC കൺവേർഷൻ നടക്കേണ്ട ആവശ്യമില്ല. DC സപ്ലൈ തന്നെ നമുക്ക് നേരിട്ട് അവൈലബിൾ ആണ്. ആ DC ആണ് നമ്മൾ കാറിലേക്ക് പ്ലഗ് ഇൻ ചെയ്ത് കൊടുക്കുന്നത്. ആ സമയത്ത് കാറിൻ്റെ ഉള്ളിലെ ഓൺബോർഡ് ബാറ്ററി ചാർജർ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ബൈപ്പാസ് ചെയ്ത് ബാറ്ററി സർക്യൂട്ടിലേക്ക് നേരിട്ട് ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യുകയാണ് സംഭവിക്കുന്നത്. ഇനി ഇതിനകത്ത് ഇതിൻ്റെ വേറെ സ്ലൈഡ് വരുന്നുണ്ട്. കൺട്രോൾ പൈലറ്റ് സർക്യൂട്ടും പ്രോക്സിമിറ്റി പൈലറ്റ് സർക്യൂട്ടും എന്ന് പറഞ്ഞാൽ 2 സർക്യൂട്ടുകൾ ഇതിനകത്തുണ്ട്. അതായത് EV ചാർജ് ചെയ്യാൻ കുത്തുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം, കാറിൻ്റെ ഉള്ളിലെ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ഈ EVSCയുമായിട്ട് കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് ചാർജിങ് എന്നുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നടത്തുന്നത് ഈ കൺട്രോൾ പൈലറ്റ് സർക്യൂട്ട് വഴിയാണ്. അതുപോലെ പ്രോക്സിമിറ്റി ഫംഗ്ഷൻ ഉണ്ട്. അതായത് നമ്മളിപ്പം ഈ ചാർജിങ് ഗണ്ണ് കാറിൻ്റെ ഉള്ളിലേക്ക് കുത്തി അത് കറക്റ്റായിട്ട് അവിടെ കോൺടാക്റ്റ് കിട്ടിയോ ഇല്ലയോ, എർത്തിങ് ഒക്കെ കറക്റ്റാണോ,
കമ്മ്യൂണിക്കേഷനൊക്കെ കറക്റ്റാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു എക്സ്ട്രാ ഒരു പിൻ അവിടെ ഉണ്ട്. അതിൻ്റെ പേരാണ് പ്രോക്സിമിറ്റി ഫംഗ്ഷൻ. ഇനി ഇൻ്റർലോക്ക്, തീർച്ചയായിട്ടും വണ്ടി ഉപയോഗിക്കുന്നവർക്ക് EV ഉള്ളവർക്ക് അറിയാം, ഇത് ചാർജിങ് ഗണ്ണ് ആ ഒരു കറക്റ്റ് സ്ലോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് വലിച്ച് ഊരാൻ പറ്റില്ല. അങ്ങനത്തെ ഇൻ്റർലോക്കുകൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി EVSയുടെ ക്ലാസിഫിക്കേഷൻ പറയാം. ഇപ്പം നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്യുന്ന EVകളുണ്ട്, അതിന് AC EV സപ്ലൈ എക്യുപ്മെൻ്റ് എന്ന് പറയാം. പിന്നെ പബ്ലിക് ചാർജിങ് സ്റ്റേഷനിൽ പോകുമ്പോൾ DC EV സപ്ലൈ എക്യുപ്മെൻ്റ് ഉണ്ട്. പിന്നെ ഇതുകൂടാതെ പബ്ലിക് ചാർജിങ് സ്റ്റേഷനിൽ ഒരു സൈഡ് AC-യും DC സപ്ലൈ ചെയ്യുന്ന EVSCകളുണ്ട്. ഇനി മൗണ്ടിങ് മെത്തേഡ് പ്രകാരം പല ടൈപ്പ് ഉണ്ട്. അതായത് ഫ്ലഷ് മൗണ്ടഡ് ഉണ്ട്, ഇപ്പോൾ ഇത് സർഫേസ് മൗണ്ടഡ് ഉണ്ട്, പിന്നെ ഗ്രൗണ്ടിൽ വെക്കുന്നുണ്ട്, ഫ്ലോർ മൗണ്ടഡ് ഉണ്ട്, പോർട്ടബിൾ ഉണ്ട്, മൊബൈൽ എക്യുപ്മെൻ്റ് ഉണ്ട്. ഇനി കണക്റ്റേഴ്സിനെ കുറിച്ചിട്ട്, അതായത് എങ്ങനെയാണ് ഈ കാറിലേക്ക് പവർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കണക്റ്റേഴ്സിൻ്റെ ടൈപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതൊരു ടൈപ്പ് 1 കണക്ടറിൻ്റെ ഒരു എക്സാമ്പിളാണ്. സിംഗിൾ ഫേസ് AC പവർ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കണക്റ്റേഴ്സാണ്. ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഇതിനകത്ത് 3 വലിയ പിന്നുണ്ട്, 2 ചെറിയ പിന്നുണ്ട്. 3 വലിയ പിൻ സിംഗിൾ ഫേസ് AC എന്ന് പറയുമ്പോൾ ഫേസ് ഉണ്ട്, ന്യൂട്രലുണ്ട്, എർത്ത് ഉണ്ട്. പിന്നെ അഡീഷണൽ 2 പിൻ കാണും. നേരത്തെ ഞാൻ ഒരു സൈഡ് പറഞ്ഞായിരുന്നു, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരു പിന്നും, പിന്നെ അത് കൂടാതെ പ്രോക്സിമിറ്റിക്ക് വേണ്ടി പിന്നെ അത് കണക്ട് എന്താ പറയുക, ഈ ഇൻലെറ്റും ചാർജ് ചെയ്യുന്ന ആ ഒരു കണക്ടറും തമ്മിൽ കൃത്യമായിട്ട് കോണ്ടാക്റ്റ് ആയോ എന്ന് വ്യക്തമാക്കുന്ന പ്രോക്സിമിറ്റി പൈലറ്റും ഉണ്ട്. അതാണ് അഡീഷണൽ 2 വന്നിരിക്കുന്നത്. 3 ഫേസ് അല്ല, ഫേസ്, ന്യൂട്രൽ, എർത്ത്, കമ്മ്യൂണിക്കേഷൻ, പിന്നെ പ്രോക്സിമിറ്റി, ഇങ്ങനെ മൊത്തം 5 പിന്നാണ് ടൈപ്പ് 1 ഉണ്ടാവുക. അത് കൂടുതലും USA ആൻഡ് ജപ്പാനിൽ ഉപയോഗിക്കുന്ന കണക്ടേഴ്സാണ്. ഇത് കമ്പൈൻഡ് ടൈപ്പ് 2 ആണ്. നേരത്തെ പറഞ്ഞ പോലെ AC-യുടെ ടൈപ്പ് 2-ൻ്റെ ഒപ്പം തന്നെ അഡീഷണൽ ആയിട്ട് 2 പിന്നും ഉണ്ടെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി EVSCയിലേക്ക് തിരിച്ച് കാറിൽ നിന്നുള്ള പവർ തിരിച്ച് നമ്മുടെ സർക്യൂട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിവേഴ്സ് പവർ പ്രൊട്ടക്ഷൻ അത് കൊടുത്തിരിക്കണം. അത് EVSCയിൽ തന്നെ ഇൻബിൽട്ടായിട്ടുണ്ട്, നമ്മൾ പുറത്ത് വരെ സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ പുതിയ കോൺസെപ്റ്റ് നേരത്തെ പറഞ്ഞാൽ സ്മാർട്ട് ചാർജിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ അത് ആവശ്യമില്ല. അതായത് വെഹിക്കിൾ ടു വെഹിക്കിൾ, അല്ലെങ്കിൽ വെഹിക്കിളിൽ നിന്ന് ഗ്രിഡിലേക്ക്, വെഹിക്കിളിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ഗ്രിഡിൽ ഏതെങ്കിലും ഒരു ബിസിനസ് സെൻറ്ററിലോ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഈ റിവേഴ്സ് പവർ ഫ്ലോ ആവശ്യമുണ്ട്. അവിടെ ഈ എന്താ പറയുക, റിവേഴ്സ് പവർ റിലേ പ്രൊട്ടക്ഷൻ്റെ ആവശ്യം വരുന്നില്ല. അത് നേരത്തെ സൂചിപ്പിച്ചതാണ്. പിന്നെ ഇവിടെ EVSC ടെസ്റ്റ് ചെയ്ത് കിട്ടും. അത് ഓട്ടോമോട്ടീവ് റിസോഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ARI എന്നുള്ളൊരു യൂണിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും അക്രഡിറ്റഡ് NABL ലാബിൽ നിന്ന് ഇത് EVSC എക്യുപ്മെൻറ്റ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ആ എക്യുപ്മെൻറ്റ്സ് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പബ്ലിക് ഇലക്ട്രിക് ചാർജിങ് വെഹിക്കിൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഓരോ ടെസ്റ്റ് സർട്ടിഫിക്കറ്റെല്ലാം വളരെ കൃത്യമായിട്ട് സൂക്ഷിച്ച് വയ്ക്കണം. ഡിസൈൻ, കൺസ്ട്രക്ഷൻ, ലേബലിംഗ്, അതെല്ലാം റെക്കോർഡുകളൊക്കെ നമ്മൾ സേഫായിട്ട് വെക്കണം. പിന്നെ റെസിഡ്യൂവൽ കറണ്ട് ഡിവൈസ് അത് കൃത്യമായിട്ട് എൻഷുർ ചെയ്യണം, അതിൻ്റെ വർക്കിംഗ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഇൻസ്പെക്ഷൻസ് എല്ലാം സമയത്ത് നടത്തണം. ഇനി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചിട്ട് പറയാം. ഒരു EVSC വയ്ക്കുമ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് സാങ്ഷൻ വേണോ വേണ്ടയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് ഒരു ചാർജിങ് സ്റ്റേഷൻ നിർമ്മിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ സാങ്ഷൻ വേണം. അതൊരു HT കണക്ഷൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. HT കണക്ഷൻ എടുക്കുന്ന സ്ഥലത്ത് റെഗുലേഷൻ 45 പ്രകാരം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ സാങ്ഷനോട് കൂടി മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഒരു സോളാർ പാനൽ ഉപയോഗിച്ചിട്ടാണ് EV ചാർജിങ് നടത്തുന്നതെങ്കിൽ 50 kW മുകളിലുള്ള EV ചാർജിങ് സ്റ്റേഷൻസിന് നമ്മുടെ സാങ്ഷൻ വേണ്ടി വരും. പിന്നെ ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ റെഗുലേഷൻ 45 പ്രകാരം, ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ റെഗുലേഷൻ 45 പ്രകാരം നമ്മളൊരു ട്രാൻസ്ഫോമറൊക്കെ കൊടുത്ത് കണക്ഷൻ കൊടുത്ത് ഓൾറെഡി ഫ്ലാറ്റ് പ്രവർത്തിക്കുന്നതായിരിക്കും. അവിടെ അവിടുത്തെ റെസിഡൻസ് കാറ് വാങ്ങിക്കുമ്പോൾ അവിടെ ഒരു ചാർജിങ് പോയിന്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ചാർജിങ് പോയിന്റ് കൊടുക്കേണ്ടി വരുന്ന സ്ഥലത്തും ഇൻസ്പെക്ടറേറ്റിൻ്റെ സാങ്ഷൻ ആവശ്യമുണ്ട്. കാരണം ഓൾറെഡി ട്രാൻസ്ഫോമർ ഉള്ള സ്ഥലത്ത് അഡീഷൻ വന്നതാണ്. അതാണ് ഏറ്റവും അടിയിൽ പറയുന്നത് 45(6) പ്രകാരമുള്ള അഡീഷണൽ ഓൾട്രേഷൻ വരുന്ന സ്ഥലത്ത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ സാങ്ഷൻ ആവശ്യമാണ്.
ഇത് KSEBയുടെ മീറ്ററിംഗ് താരിഫാണ്. ഇതിൽ പ്രത്യേകതയുള്ളത് ഫിക്സഡ് ചാർജ് ഇപ്പോൾ ഇല്ല. എനർജി ചാർജസ് റൂളിംഗ് താരിഫ് 7.15 ആണെങ്കിൽ സോളാർ അവേഴ്സിൽ, അതായത് 9 AM to 4 PM അതിൻ്റെ ചാർജിങ് റേറ്റ് കുറവാണ്. 5 രൂപയാണെങ്കിൽ മറ്റ് ടൈമിൽ അത് 9.30 130% അത് വരിക. ഇത് KSEBയുടെ തന്നെ ടിപ്പിക്കലായിട്ടുള്ള ചാർജിങ് സ്റ്റേഷൻസിൻ്റെ റേറ്റാണ്. 5 രൂപ. ഓക്കെ. എനർജി ടോക്ക് വിത്ത് EMC, അറിവിന് ഊർജം പകരാം. Stay tuned for another exciting episodes and please subscribe our YouTube channel Energy Management Center. Thank you.